പിന്നത്തെ ഒരു തലമുറക്കാർ വന്നപ്പോൾ ഇതെന്ത് ഈ വിളക്ക് വയ്ക്കണം, ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് ഒരു പൂണിലിട്ടുള്ള ആളുകൾ കൊണ്ട് ചെയ്യും. അപ്പോൾ പിന്നെ നായന്മാരനെ വിളിച്ചു, അവർ വന്ന് മലവാട്ടം ചെയ്തിട്ടാ ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞതാണ്, മലവാട്ടം ചെയ്ത് കോഴി ഇറക്കരുത്. എന്താ ഇവിടെ ഭദ്രകാളി ഇരിക്കുന്നുണ്ട്, മറ്റേതിരിക്കുന്നുണ്ട്, മറിച്ചവരിക്കുന്നുണ്ട്, ആ മലവാട്ടം അവിടെ ഇട്ടു, ആ പണി കഴിഞ്ഞ്. അപ്പം നിങ്ങൾ ഈ തറ എന്താ ചെയ്യുക, ആ തറ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കാം, ആ നേരെ കൊണ്ടുപോയിട്ട് ആ മൂലക്കലി കൊണ്ടുപോയിച്ചാൽ അവിടെ പിന്നെ ചെമ്പിനോട് ചേർത്ത് വെച്ച് പിന്നെ മലവാട്ടം കഴിക്കാൻ പറ്റില്ല. എന്നിട്ടത് വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ട വല്ല കാര്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് കഴിക്കണേ ഇവിടുത്തെ മലവാട്ടം കഴിക്കുന്നില്ലേ, മലവാട്ടം കഴിക്കില്ലേ ഞങ്ങളൊക്കെ ചാവും ഉറപ്പാ. അച്ഛൻ മണികാരനായിരുന്നു, എൻ്റെ അച്ഛൻ മണികാരനാണ്, കുഞ്ഞുമോൻ. അപ്പോൾ ആള് എവിടേക്കൊക്കെ ഇതിന് പോകുന്നുണ്ട്, ചെറുപ്പത്തിൽ പോകുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാനും പോകാറുണ്ട് ചെറിയ കുട്ടിപ്രായത്തിൽ. അപ്പോൾ പഴമയായിട്ടുള്ള മലവായട്ടം തൊട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുഞ്ഞു പിള്ളേരാകുമ്പോൾ തൊട്ട് ഞങ്ങൾ ഈ ആട്ടത്തിനൊപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഒപ്പം പോകും. ഞങ്ങൾ പോകുന്നത് പഴയ കാലത്ത് അച്ഛനെ കൊണ്ടുവരാമെന്നുള്ളൊരു ഇതിലാണ്. പിന്നെ അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ഇതുപോലെ മാണി കെട്ടാൻ ഒരാളില്ലാണ്ടായപ്പോൾ ഞാൻ മണി കെട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും ഞാൻ മണി കെട്ടിയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ഈ മലവായട്ടം എന്നുള്ള എനിക്കെത്തിയത്. അച്ഛൻ്റെ മരണശേഷമാണ് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാനാണ് ചെയ്തത്. 21 വയസ്സ് ഉള്ള സമയത്താണ് അച്ഛൻ്റെ തന്നെ മാമൻ്റെ വീടായ കോലാടി തറവാട് എന്ന് പറയുന്ന ഒരു തറവാട്, അതായത് മലവാഴേട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തറവാടാണ് കോലാടി തറവാട്. അപ്പോൾ അവിടെയാണ് അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അച്ഛൻ്റെ കൂടെ ഇഷ്ടം പോലെ ധാരാളം പ്രോഗ്രാമുകൾ കാണാനും ഈ പറഞ്ഞ പോലെ അന്നത്തെ മലവാഴേട്ടത്തിനോടുള്ള ഇഷ്ടം കാരണം കൊണ്ടൊക്കെ കാണാനും അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പൊന്നുട്ടൻ ചേട്ടനാണ് എൻ്റെ ഗുരുനാഥൻ. ആളുടെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഇപ്പോഴും മുഴുവനായിട്ടില്ല. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഇത് കണ്ടു വളർന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ കാരണന്മാരായുള്ള കാലത്ത് മുതൽ ഈ മലവായട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ മലവായും കെട്ടിയിട്ട് മാണിക്കാരനായിട്ടുണ്ട്. അവർ പാരമ്പര്യമായിട്ടുള്ളതാണ്. 20 വയസ്സിൽ ഞാൻ മാണിക്കാരനായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ഉത്ഭവം ഈ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ആ രംഗത്ത് വന്നു. അപ്പോൾ കൊട്ടേക്കാടുള്ള ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് മാണിയുടെ ഇതിൽ ഞാൻ പോണത്. സജുവിൻ്റെ അച്ഛനെയും എന്നെയും ഒരു ആട്ടക്കാരൻ്റെ ഒരു ഇത് പഠിപ്പിച്ചത് തോളൂർ ശങ്കൂർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആള് ഒരു വെളിച്ചപ്പാടാണ്. ഇവിടെ പെരുങ്ങിണിക്കാവ് എന്ന് പറയും, ഓന്നൂര്. ഇടവമാസം വരെ, ധനുമാസം തൊട്ട് തുടങ്ങി ഇടവമാസം വരെ മലവേട്ടങ്ങൾ തന്നെ ആയിരുന്നു പല സ്ഥലത്തും.
ചെറുപ്പത്തിലൊക്കെ മലവാഴേട്ടൻ കാണുന്ന സമയത്ത് മലവാഴി ഭയങ്കര ഒരു പേടിയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ മറ്റേ പരപ്പിലെ വാസുച്ചാച്ചൻ മലവാഴി കെട്ടുന്ന സമയത്ത് പേടിയാണ്. അത് കഴിഞ്ഞിട്ട് അത് മലവാഴേട്ടൻ കഴിഞ്ഞ് എല്ലാം അഴിച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു ഉമ്മറത്ത് വന്നിട്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിപ്പൊടി കൊണ്ട് തേച്ചിട്ടുള്ള ആ ഒരു മേക്കപ്പ് ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം ഞാൻ പേടിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എണീറ്റിട്ട് ഓടി. എനിക്ക് പേടിച്ചിട്ട് ഞാൻ എണീറ്റ് ഓടിപ്പോയി. പിന്നെ കണ്ടിട്ടാണ് ഇതിലെന്തോ അത് ആസ്വദിക്കാനായിട്ട് തുടങ്ങിയത്. ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ. മലവാഴിയാട്ടം എന്നത് പ്രധാനമായിട്ടും ഈ പറയ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിലുള്ള ഈ പറയ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുടെ അവർ വാർഷികമായിട്ട് ഉള്ള ഒരു അനുഷ്ഠാനമാണ്. അപ്പം ഇവരുടെ ഫാമിലിയിലൊക്കെ തന്നെ ഈ പറയുന്ന ഈ കല്ലടിക്കോട് നീലി എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഒരു പ്രതിഷ്ഠയും അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തപ്പെടുന്നത്. അപ്പം അതിൽ പാട്ട്, കൊട്ട്, വര, അതുപോലെ കുഴല്, അങ്ങനെ ഒരുപാട് ആർട്ട് ഫോമുകൾ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് മലവാഴിയാണ്. വീടിൻ്റെ നടുമുറ്റത്ത് ഒരു തറ, അതിനെ മുല്ലത്തറ എന്നാണ് വിളിക്കുക. അതിൽ മലവാഴിയും പിന്നെ മാണി മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷ്ഠയാണുള്ളത്. പണ്ട് കാലത്തൊക്കെ ഈ കല്ലടിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള മലയുടെ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് നാൾ മന്ത്രവും മലവാഴീനെ പൂജിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ കൊണ്ടുവരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ അല്ലാണ്ട് മലവാഴിയുടെ ആ ഒരു രൂപം പണിയിക്കുന്ന അങ്ങനെയും ഇപ്പം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു തറയുടെ ചുറ്റുമായിട്ടാണ് മലവാഴിയാട്ടം നടക്കുന്നത്. ഒരു നൈറ്റ് ഫുള്ളും ഒരു പകലിൻ്റെ പകുതിയോളം അത്രത്തോളം നീണ്ടു നിൽക്കുന്ന പെർഫോമൻസ് ആണ് മലവാഴിയാട്ടം എന്ന് പറയുന്നത്. ഈ അനുഷ്ഠാനത്തിലും ഈ പറയുന്ന കഥ എന്നത് ഈ നീലിയുടെയും അവരുടെ സഹോദരനായ കള്ളാടി മുത്തൻ എന്ന് പറയുന്ന ഈ 2 സഹോദരങ്ങളുടെ കഥയാണ് ഈ പാട്ടിലൂടെ പറയപ്പെടുന്നത്. അപ്പം അതിനെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ പാട്ടിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ പാട്ടിൽ കാണാം. ശരിക്കും മലവാഴട്ടം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഏറ്റവും കഴിവ് പാട്ടുകാരൻ്റെ കയ്യിലാണ്. നമ്മളത് ഏതൊക്കെ വഴിയിൽ കൊണ്ടുപോകണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് പാട്ടുകാരൻ്റെ കഴിവാണ്. നമുക്ക് 10 വരികൾ നിർത്താതെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ 10 വരികൾ കൊണ്ടുപോകേണ്ടിട്ട് സമയമില്ല വെച്ചെങ്കിൽ അത് ഒറ്റ വരിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ മലബാരത്തെ നമ്മുടെ ആ ദൈവത്തിനെ നമ്മൾ വേദനിപ്പിക്കാനും പാടില്ല. എന്നാൽ നമുക്ക് ഈ ടൈമിങ്ങിന് ഇത് എത്തിക്കും വേണം. ഇതാർക്കും അറിയില്ല. അതൊരു പാട്ടുകാരൻ്റെ ഒരു വിമിഷ്ടം. അത് പാടി പരിപൂർണ്ണമാക്കാണ്ട് നമുക്കിതിനെ എത്തിക്കാനും പറ്റില്ല. അപ്പോൾ ചില സ്ഥലത്തപ്പോൾ മലബാരത്തെ മോള് നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് ഇത് ചെയ്യുക. അത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നൊരു വേദനയാണ്.
പാട്ടുകൾ തീരാതെ ഈ പാട്ട് മലവാട്ടം കഴിഞ്ഞാൽ ഷാപ്പിൽ പോയിട്ട് പാട്ടുകാരും പാടി അവസാനിപ്പിക്കരുതെന്ന്. അതാണ് നമ്മുടെ കാരണന്മാർ എന്ത് മലവാട്ടം കഴിഞ്ഞാലും അത് ഷാപ്പിൽ പോയിട്ട് അവിടെ കോരി കൂട്ടിയിട്ട് വരിക. ആൾക്കാരൊക്കെ വിചാരിക്കും ഈ പരിപാടിക്ക് ഇത്രയധികം കുടിച്ചിട്ട് ഇനിയും കുടിക്കാൻ ഇയാൾ പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. ഈ പാട്ട് അവിടെ നിന്ന് ഫുള്ളായിട്ട് പാടി അവസാനിപ്പിച്ചിട്ട് ആൾ പോരണല്ലോ. അത്രയധികം സാധനം ഉണ്ടായില്ലേ. പഴയതും നമ്മുടെ ഇന്നത്തെ കാലാനുസൃതമായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങളും മാറിയിട്ടില്ല. ചെറിയ ചെറിയ ഇപ്പോൾ കാലങ്ങൾ മാറിയല്ലോ, ട്യൂണുകൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നു. പിന്നെ വടക്കൻ ശൈലി, തെക്കൻ ശൈലി, അങ്ങനെ 2 ശൈലികളുണ്ട്. അത് ഇപ്പോൾ എല്ലായിടത്തും ഞാനടക്കം പാടിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ശൈലിയിലാണ് പാടുന്നത്. ഇപ്പോൾ തെക്കൻ ശൈലി ശരിക്കും പറയണമെങ്കിൽ ഇല്ല. നമ്മൾ പാടുന്നതിൻ്റെ ആ ടൈമിംഗ് ആണ് ആള് അത് വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ മേളത്തിൻ്റെ വലന്തലയുടെ അടിയുണ്ട്, അതിലാണ് അവസാനം സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ മേളം പാട്ടും ഒക്കെ 2 ഇതായിട്ട് പോകും. നമ്മൾ അവസാനിക്കുന്ന അതേ ടൈമിങ്ങിനാണ് കുഴലും വന്ന് അവസാനിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പാടാൻ ഇപ്പോൾ വലന്തലയുടെ അടിയിൽ വരും, അതിൽ നിന്നും നമ്മൾ തുടങ്ങും. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. മലവാഴിപ്പാട്ട് റിട്ടേൺ ആയിട്ടുള്ളൊരു കാര്യമല്ല. പല കാര്യങ്ങൾക്കും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ മാറ്റാണ്ട് നിർത്തുന്ന ഒരു സാധനമാണ് മലവാഴിപ്പാട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കോറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് അവർ ഓർമ്മയിൽ സൂക്ഷിക്കുകയും അടുത്ത തലമുറയിലേക്ക് അവരത് വാമൊഴിയായിട്ടത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പറയുന്ന കഥ എന്നുള്ളത് ഈ നീലിയും നീലിയുടെ സഹോദരനും അവര് ഉദിപ്പനത്തപ്പൻ എന്നാണ് അതിൽ പറയുന്ന ദൈവത്തെ പറയുന്നത്. അപ്പോൾ ഉദിപ്പനത്തപ്പൻ്റെ മക്കളാണെന്നും ഒരിക്കലും അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ചെമ്പോല കിട്ടുന്നു. അപ്പോൾ ആ ചെമ്പോല വായിക്കാനായിട്ട് അവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ബ്രഹ്മാവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഉദിപ്പനത്തപ്പൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അവർ ഉദിപ്പനത്തേക്ക് പോകുന്നു. ഉദിപ്പനത്തപ്പനെ അവർ കാണുന്നു. ഉദിപ്പനത്തപ്പനോട് തങ്ങൾ ദൈവപുത്രന്മാരാണെന്നും തങ്ങൾക്ക് വരം നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഉദിപ്പനത്തപ്പൻ അപ്പോഴേക്കും ഇല്ല, ഭൂമിയിലുള്ള എല്ലാ ദൈവ മക്കൾക്കും ഞാൻ വരം നൽകി കഴിഞ്ഞു, ഇനി അങ്ങനെ ആരും ഇല്ല എന്നുള്ളത് പറയുകയും അപ്പം ഈ സമയം ഇവരുടെ ദിവ്യത്വം ഒരു രീതിയിൽ ഉദിപ്പനത്തപ്പന് ബോധ്യപ്പെടുകയും അവരെ തിരികെ വിളിച്ചുകൊണ്ട് അവർക്ക് വരം നൽകുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ അവർ വന്നിറങ്ങിയത് കല്ലുകളൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു മലമുകളിലാണെന്നും അവിടെ അവരൊരു കോട്ട പണിത് താമസിച്ചു തുടങ്ങിയെന്നും ആ മലയാണ് കല്ലടിക്കോട് മല എന്നുള്ള പേരിൽ പറയുന്നത് എന്നും ആ പാട്ടിൽ പറയുന്നു. പിന്നെ അവിടെ അവർ കോട്ട പണിത് താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നാൽ പോരാ, നമ്മൾ നാട് കാണാനായിട്ട് പോകണം, മലയാള ദേശത്തേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെ അവിടെ നിന്ന് അവരൊരു യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയിലൂടെ ഇവർ പല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ പറയുന്നു ആദ്യം അവർ കൊങ്ങുനാട്ടിലേക്ക് പോകുന്നു. കൊങ്ങുനാട് എന്ന് പറയുന്നത് ഇന്നത്തെ കോയമ്പത്തൂർ, സേലം പ്രദേശങ്ങൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കൊങ്ങുനാട് എന്നാണ്. ആ കൊങ്ങുനാട്ടിലേക്ക് പോകുന്നു. കൊങ്ങുനാട്ടിൽ നിന്ന് ഒരു ചെട്ടിയെ കാണുന്നു, അവിടെ നിന്നൊരു വെള്ളക്കാളയെ വാങ്ങുന്നു. പിന്നെ അവർ വീണ്ടും പോകുന്നു പാലക്കാട്, കോഴിക്കോട്, തിരുനാവായയെക്കുറിച്ച്, മാമാങ്കത്തെക്കുറിച്ചുള്ള പരാമർശം അതിൽ വരുന്നുണ്ട്. പിന്നെ വയ്യാവി നാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവർ ഈ പറയുന്ന തിരുത്തിക്കാട്, കുന്നംകുളത്തിനടുത്ത് തിരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പാടത്ത് ഇവർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തൃപ്രയാർ പോയി, നീലി തൃപ്രയാറിലത്തെ ചാത്തനെ സ്വപ്നം കണ്ടു, അവിടെ പോയി വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. തിരിച്ച് വീണ്ടും ഇവർ കല്ലടിക്കോട് വരുന്നതും അവിടെ അവർ അപ്പോഴേക്കും അവരുടെ ആ ഒരു ദൈവീകതയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കഥാസാരം വരുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആ കോട്ടവാതിൽ അവർക്ക് മുന്നിൽ തുറക്കില്ല.
അപ്പോൾ ആ സമയത്ത് ഒരു വെള്ളിക്കുളം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അവരവിടെ കുളിക്കും. ആ കുളി ആ സമയത്ത് പെർഫോം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട്. ചില പ്രോപ്പർട്ടീസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് കയറാൻ നോക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ കുളത്തിൽ അവർ കുളിക്കും. കുളിച്ച് കഴിയുമ്പോൾ അവർക്ക് തോർത്തുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് മലവാഴി അവരുടെ ഡ്രസ്സിൽ നിന്ന് കുറച്ച് തുണി കീറിയിട്ട് അവർ തുടയ്ക്കും. ആ സമയത്ത് അവിടെ ലൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് 2 തലയും കത്തിയിട്ടുള്ളൊരു പന്തം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ സാധനവും അവിടെ പെർഫോം ചെയ്തിട്ട് കാണിക്കും. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റാണ് ആ കാണുന്ന ആ പ്രോസസ്സും മുഴുവനായാലും. ഏകദേശം ഒരു 7 മണി 7:00 കൂടിയിട്ട് നമ്മൾ ഒരു അറിയിപ്പ് കൊട്ടണം. നിങ്ങൾ വന്നു, നിങ്ങളിവിടെ ആട്ടത്തിന് വന്നു എന്നാണ് ഫസ്റ്റ്. 3 മരം 2 ചെണ്ട കുഴലും നമ്മളതൊക്കെ വെച്ച് എല്ലാവരും നമ്മളിപ്പോൾ തറവാട്ടിലെ ആൾക്കാരെ വിളിച്ച് എല്ലാവരും ഒരു കൈ എല്ലാവരും കൊടുത്ത് നമ്മളൊരു ആദ്യം ഒരു ചടങ്ങ് തുടങ്ങുകയാണ്. ലാസ്റ്റ് ഇനി മലമ്പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൈ കൊടുക്കില്ലല്ലോ. നമ്മൾ ശംഖിൻ്റെ പകരമാണ് ശരിക്കും നമ്മൾ കുഴൽ ഓതണം ഫസ്റ്റ്. പാട്ടുകാരൻ അരിയും തിരിയും വെച്ച് നമ്മുടെ 4 വാക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കുടുംബക്കാരെല്ലാവരും പുറമെന്ന് വന്ന ആൾക്കാരും നമ്മൾ എല്ലാവരും വന്ന് അത് കോരി കൂട്ടി എന്നിട്ടാണ് നമ്മൾ ഊട്ടറിയിക്കുന്നത്. ഊട്ടറിയിക്കാൻ തന്നെ പാട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ 4 ഭാഷ വായിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോവുക, കുറച്ച് പേര് കളം വരയ്ക്കാൻ നിൽക്കുന്നു. ഈ കളം വരയ്ക്കൽ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു കർമ്മം തുടങ്ങുന്നത് കലശാടുക എന്നുള്ളതാണ്. അപ്പോൾ 4 ശരിക്കും 4 ദിക്കിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ 4 തറവാടായിപ്പോൾ അതിനെ ഈ കലശാടുമ്പോഴും നമ്മൾ കടിത്തിയുടെ മേള വയ്ക്കുകയാണ്. പിന്നെ ആദ്യം മാണി കെട്ടുന്ന ആൾ ഇവിടെ തൊട്ടുനിറ വെച്ചിട്ട് പടിഞ്ഞാറ്റ് പോകണം. അപ്പോൾ പടിഞ്ഞാറ്റ് പോയിട്ട് ആൾ കെട്ടി പുറപ്പെടുന്നിട്ട് നമ്മളിവിടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കെട്ടണം എന്നാണ് പറയുക. ആ കുടുംബത്തിൽ നിന്ന് ആൾ കെട്ടി പുറപ്പെട്ട് വീണ്ടും നമ്മൾ കൊട്ടിയടിക്കണം. ആ കൊട്ടിയടിച്ച് കൂടി വന്ന ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ മാണിക്കാരൻ അപ്പോഴേക്കും നേരത്തോടു കൂടി പോയിട്ടുണ്ടാവും ആൾ വരുന്നു. പിന്നെ ഒരാളോടും കെട്ടണം. കൂടി വന്ന 2-3 ആൾക്കാരൊക്കെ കിട്ടും. പിന്നെ അപ്പോഴേക്കും ഏകദേശം 2 മണിയുടെ അടുത്തേക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ആരാണോ കെട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കെട്ടി പിന്നെ അതിൻ്റെ കർമ്മങ്ങൾ പിന്നെ തുടങ്ങും. ചെയ്ത് മൃഗച്ച് കെട്ടിയാണ്ടിയാർ വില്ലും കൊലച്ച് ചേരവും തന്നെ മല നാട്ടോടെ എഴുന്നള്ളുമ്പോ ഒന്നിയോടും അവരോടും അമ്പറ്റാമ്പുലോടും ഇടിവെട്ടും മണ്ണും പടവെട്ട് ശത്രുക്കളെ ഹരം വരുത്തി തള്ളിയിർത്തോർ അറിയാൽക്ക് കുളിർത്തോർ കൊണ്ട് മുല്ലിക്ക് സുഖമായി കൂട്ടിയിരിക്കണം. 18 പൊന്നുമലവായി പൊന്നുപരതേ സ്വാഹ. പൊന്നുമല ഭാരത്തമ്മയ്ക്ക് കൂട്ടിനായി നിൽക്കും ഓങ്കാരാളം കരിങ്കുട്ടി കാപ്പിരി കണ്ട ഹരണന്മായ കുട്ടി മറത്തിന് കുട്ടികളെ കുട്ടി കുട്ടി ധാര കുട്ടി ഒന്നിന് കുട്ടി കുട്ടി പേര് കുട്ടി പേര് കുട്ടി 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 മാറി കുട്ടി 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 വേവൻ വരക്കുട്ടി കുട്ടി നേർക്കുട്ടി മടിയിൽ കുട്ടി മണ്ണത്ത് കുട്ടി കുട്ടി കുട്ടിയാത്തന്മാരും വാക്കക്കളടി കാമത നരക്കുട്ടി 28 മൂർത്തികളെ ആത്രശിക്കള വിധിണ്ടായിരിക്കുന്ന പൊന്നച്ചവർക്ക് മുത്തപ്പന്മാരെല്ലാവരും മുത്തപ്പ.
ശബരിമാലമേലെ വാരൊളി ചന്ദ്രൻ തേരിറങ്ങുന്നതു പോലെ മനതാരിലെങ്ങും മറയാതെ നിറയാൻ മലയിൽ നിന്നും മാറിറങ്ങ്. കെട്ടെന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ടാവില്ല. ചിലമ്പ് ഞെറിയുടെ 2 സൈഡ് പട്ട്, പിന്നെ മുകളിൽ അരമണി വരുന്നു, മാർത്താലി വരുന്നു, മലച്ചറ്റ വരുന്നു, അരങ്ങ് വയ്ക്കുന്നു, കൈവഞ്ചി. അപ്പോൾ അവിടെ വേറൊരു അരങ്ങ് വയ്ക്കും, മറ്റേ നടവഞ്ചി. ചെട്ടിക ഇതിന് മുകളിലേക്ക് വരുന്നു, ജഗ്രതിന് മുകളിലേക്ക് വരുന്നു. ഒരു ഒഴിവുണ്ടാവില്ല കെട്ടിന്. മൊത്തം ബന്ധനത്തിലാണ് ശരിക്കും മലവായിട്ട് നടക്കുന്നത് തന്നെ. എന്നിട്ട് ലാസ്റ്റ് കൊട്ടിക്കൂട്ടി അവസാനിപ്പിക്കുക എത്തി വന്ന്. അത് കഴിഞ്ഞ് നമ്മൾ കൽപ്പന കഴിഞ്ഞു. പിന്നെ മലമ്പാട്ട് പിന്നെ തുടങ്ങി. മലമ്പാട്ട് തുടങ്ങുമ്പോൾ മലമ്പാട്ടിന് വേറൊരു മേളമാണ് വായിക്കുന്നത്. മലമ്പാട്ടിൽ ചില അത് ഓരോ പല വെറൈറ്റികൾ സാധനങ്ങളാണ് അതിലുള്ളത്. മലബാരത്തമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ മയിലുകളുടെ കുറിച്ച് അവരൊരു പറയുന്നുണ്ട്, മുടിയാട്ടം കഴിക്കുന്നു പറയുന്നുണ്ട്. ഒറ്റക്കുന്ന് മലയൊരു മുകളിൽ ഒരു കൂട്ടം മാനിറങ്ങി, പുള്ളിമാനും വെള്ളിമാനും അങ്ങനെ 2 തരം മാനുകളും. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് മാണി എന്ന് പറയുന്ന കലാരൂപത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവതരിപ്പിക്കുന്ന ആ ഒരു വേഷത്തിലൂടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും മാറ്റാൻ പറ്റുന്നതായിട്ടുള്ളത് ഇല്ല. കാരണം മലബാരത്തമ്മ തുള്ളി വരുന്നത് അതൊരു ദൈവിക സങ്കല്പം, അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട്
ഇല്ല. അങ്ങനെ തെക്കിന്റെ തെക്കേ പൊറടിച്ചിട്ട് വടക്കോട്ട് മാടടി നെല്ലിക്കപ്പും കൂടി വേശ ആലില്ലേ ആലില്ല ആലില്ലേ. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാണിക്കാർ കൂടുതലായിട്ടും ഈ എന്താ പറയുക ഈ തെറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ആക്ഷേപഹാസ്യരംഗം എന്ന് പറയുന്ന ഒരു സാധ്യത അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അതിനെ ജനകീയമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ കുളിച്ച കളന്റെ മുകളിൽ ഈശ്വര ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതി ഉണ്ടാക്കുന്ന പാട്ടുകളല്ല, ഒക്കെ നമ്മുടെ അനിയന്മാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഗുരുനാഥന്മാരും ഒക്കെ തന്നിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ടുകൾ മീൻസ് ഞാൻ ഒരു ഗാനമേള സിംഗറാണ്. അത് എന്നെ ഈ മാണിയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ സീസണിൽ ചിട്ടപ്പെടുത്തിയ പാട്ട് കിരൺ പുതുക്കാട് എന്ന് പറയുന്ന ഒരു കലാകാരൻ, നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അന്തിമാന തെളിയുണ്ട് മകളെ, നീലവാന കുടയുണ്ട് മലരെ, പൂജ കൊള്ള മകളെ നീയിറങ്ങ്. പാട്ടുകളാണെങ്കിലും മറ്റുള്ള കോമഡികൾ പറയുമ്പോഴാണെങ്കിലും തമാശ പറയുമ്പോഴാണെങ്കിലും കഥ പറയുമ്പോഴാണെങ്കിലും കൂടെ നമ്മുടെ ആളുകൾ വേണം. അല്ലെങ്കിൽ കോറസ് ഭയങ്കര എനിക്ക് നിർബന്ധമുള്ളൊരു സംഭവമാണ്. നമ്മുടെ ടീം പിള്ളേരെല്ലാവരും അറിയാലോ, അവര് അടിപൊളിയായിട്ട് ആ ഒരു ഭംഗിയായിട്ട് ഒരു ഇത് കൈകാര്യം ചെയ്യും. ഒരാളെ ചിരിപ്പിക്കാൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. എല്ലാ സമയത്തും നമ്മുടെ കൗണ്ടറുകൾക്കും നമ്മുടെ വിറ്റുകൾക്കും ആളുകൾ ഒരേ രീതിയിൽ പ്രതികരിക്കണമെന്ന് ഇല്ല. വ്യക്തിഹത്യ അല്ലാത്ത രീതിയിലുള്ള കോമഡികൾ അതൊക്കെ ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. 56 ലോക്ക് ഉണ്ടാവൂലേ ഇതൊരു നെമോണിക് റിച്വൽ ആണ്. ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്ററിയെ റീഇനാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വരുന്ന തലമുറയിലേക്കും അത് കൈമാറ്റം ചെയ്തു പോകുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ആണ് ഈ ഒരു പെർഫോമൻസ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ അതിനെ പഠിച്ചിരിക്കുന്നത്. എൻ്റെ പിള്ളേർക്കും ഞാനും പറഞ്ഞു കൊടുത്തു തുടങ്ങി. പിന്നെ എൻ്റെ അരുമ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവൻ മരണപ്പെട്ടു. പുഴയ്ക്കൽ സുധി, പുഴയ്ക്കൽ അപ്പു എന്ന് പറഞ്ഞ എൻ്റെ മകൻ ഉണ്ടായിരുന്നു. പിന്നെ കേച്ചേരി വിജയൻ, കാഞ്ഞിരക്കോട് ബാബു, അങ്ങനെ കുറേ ആൾക്കാർക്ക് എൻ്റെ ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ മലവായിട്ടാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് അതിൽ പുതിയത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൽ വേഷവിധാനങ്ങൾ കുറേ ഞാൻ ഇങ്ങനൊരു വേഷവിധാനം ആരും ചെയ്തു തരുന്നില്ല.
ഇപ്പോൾ ഈ പറയന്മാരുടെ സംബന്ധിച്ചുള്ള ഒരു ഇതെന്ന് പറയുന്നത് സംഘകാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിലൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൻ്റെ ആ ഒരു ചരിത്രം രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടം മുതൽ അവരിവിടെ ഉണ്ട്. പിന്നീട് അവരൊരു ഈ പറയുന്ന ഒരു താഴ്ന്ന വിഭാഗം അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളികൾ എന്നുള്ള രീതിയിലേക്ക് അവരെങ്ങനെ മാറപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ഈ ഒരു പെർഫോമൻസിനെ കാണാം. നമ്മൾ ഈ പാട്ട് വായിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടും കൃഷി ചെയ്യുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ച്, നിലം ഉഴുന്നത് മുതൽ വിത്ത് വിതയ്ക്കുന്നതും ആ വിത്ത് മുള പൊട്ടി വരുന്നതും അത് കൊയ്തെടുക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്പുകളെയും വളരെ കൃത്യമായിട്ട് തന്നെ ഈ പാട്ടിൽ പറയുന്നുണ്ട്. അത് ആ പെർഫോമൻസ് കാണുകയാണെങ്കിൽ നമുക്കതിൽ പറയാം. അതിലും ഈ പെർഫോമൻസിലും അവർ ഈ കൃഷിയുടെ ഓരോ സ്റ്റെപ്പുകളും അതിൽ കാണും. ഇപ്പം നമുക്കിവിടെ ബ്രാഹ്മണന്മാരുടെ ഒരു ഡോമിനേഷനൊക്കെ ബ്രാഹ്മിൻ മൈഗ്രേഷനൊക്കെ കഴിഞ്ഞൊരു ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ മാറുമ്പോൾ കൂടുതലായിട്ടും എഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബ്രാഹ്മണർ എന്നുള്ളത് അവരുടെ ആ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥ നമുക്ക് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇവിടെയുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കർഷക തൊഴിലാളികളായി ഈ പറയുന്ന പറയ വിഭാഗങ്ങളെയൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിയിൽ പെടുന്ന ഒരു സ്ത്രീ അവരൊരു ദേവതയായി മാറി എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് ആ ഒരു ഇതിലെടുക്കാമല്ലോ. അപ്പം നമുക്ക് അന്ന് ജാതി വ്യവസ്ഥയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ആക്സസിബിൾ ആവുന്ന ഒരു ഡൊമെയിനാണത്. അപ്പം അതിലേക്ക് ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാർക്ക് എത്താനുള്ള ഒരു ഇത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. പറയ സമുദായത്തിന്റെ പല കാര്യങ്ങളിലും മരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂരിഭാഗം ആളുകളും ഒരു വീട്ടിൽ മരം കൊട്ടാൻ അറിയുന്നവരായിരിക്കും. ഇതിപ്പോൾ അവരെ അങ്ങനെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നതൊന്നല്ല, അവർ കേട്ട് പഠിക്കുന്നതാണ്. ചർമ്മവാദ്യത്തിൽ ഏറ്റവും പ്രധാനമാണ് മരം. മരത്തിൽ നിന്നാണ് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ വാദ്യ സംഗീതങ്ങളും ഉടലെടുത്തത് എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ശിവഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ആ ക്രൗര്യത്തിന് കോപത്തിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പാക്കനാര് മരം വായിച്ചു കൊടുത്തിരുന്നു എന്നാണ് അതിൻ്റെ ധീം എന്നുള്ള ആ അക്ഷരത്തിലൂടെ ശിവഭഗവാന്റെ ആ ഒരു ദേഷ്യം ക്രോധത്തിന് പാക്കനാരാണ് അത് വായിച്ചു തരുന്നത്. അപ്പോൾ ക്ഷേത്രവാദ്യത്തിലെ ഏറ്റവും പ്രധാനി പാക്കനാര് ആണ്. അപ്പോൾ വാദ്യമേഖലകളുടെ അതിൻ്റെ ആധികാരികമായിട്ടുള്ള അവകാശം അധികാരം പാക്കനാർക്കാണ്. അത് ഒരു അവർണ മേധാവിത്വത്തിൻ്റെ പേരിൽ നമുക്ക് കൈമോശം വന്നിട്ടുള്ള ഒരു രൂപമാണ് ഈ വാദ്യം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് നമ്മളാരും ഇല്ലാത്ത ഒരു രൂപമായി. അധികാരങ്ങളൊന്നും നമുക്കില്ല. ക്ഷേത്രവാദ്യങ്ങളിൽ നമ്മളില്ല ശരിക്കും. എന്നാൽ ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ഒരു പോലെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാനത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ്. നമ്മളിതുവരെ ജാതി മതം നോക്കിയിട്ടില്ല. ഒരു മുസ്ലിം ചെക്കൻ നമ്മുടെ മലബാരം ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിനെ സേവ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സേവ് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു മുസ്ലിമാണ് അവൻ. അവൻ്റെ സമയമാകുമ്പോൾ വെള്ളിയാഴ്ച അവിടെ പള്ളിയിൽ പോകും. അന്തോളം ഞാൻ കല്ല് വെട്ടിയിട്ട് രാത്രിക്ക് ഞാൻ ആട്ടത്തിന് പോയിട്ടുണ്ട്. അതേമാതിരി പറമ്പുകളിലൊക്കെ ഇപ്പോൾ കളയും കാര്യങ്ങളൊന്നുമില്ലല്ലോ. തോട്ടങ്ങളൊക്കെ പോയിട്ട് ഞാൻ ആട്ടത്തിനും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പറ്റാണ്ടല്ല, ഒരു പരിധിയില്ലേ. അത് കാരണം ഞാൻ പിന്നാക്കം മറിയതാണ്. ഇന്ന് ആൾക്കാർ പിന്നെ പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ്റെ ആട്ടം കാണണം, പഴയ ആട്ടം കാണണം. എന്തിനാടാ 2 കൊല്ലം കൂടി ഞാൻ ജീവിച്ചിരുന്നോട്ടെ. ഇതിന് ചെന്ന് കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതിൻ്റെ ഒരു ബലത്തിലും ഒക്കെ. പിന്നെ അപ്പം എല്ലാവർക്കും ഇത് വേണം, നല്ല ഇത് കാണാനും നല്ല കോമഡിയാണ്. പക്ഷേ അത്രയ്ക്ക് എത്ര വയ്യ ഉണ്ടാവും വീട്ടിൽ വന്ന്. ഇതിൻ്റെ ഉള്ളിൽ 14 സ്റ്റിച്ച് എടുക്കുന്നുണ്ട് ഉള്ളിൽ. എന്നിട്ടാണ് അതിന് മുകളിൽ 12 ഇട്ടത്.
2 ലെയറായിട്ടായിരുന്നു വെട്ട്. ഒരു ഓർമ്മയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ വെട്ടി ഭാഗത്ത് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മുറി പറ്റും, ആ മുറിയുടെ മുകളിൽ തന്നെ വെട്ടു ഒരിക്കലും ചെയ്യില്ല. നമുക്ക് അങ്ങനൊരു സങ്കല്പം വരെ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഞാനാണ് കെട്ടിയിട്ടുള്ളത്, ഞാനാണ് ഈ കൽപ്പന പറയുന്നത്, അങ്ങനെ ചിന്തിക്കാൻ വരെ പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക്. ഇപ്പോഴൊക്കെ നമ്മൾ മലവായി എത്തുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് അതിനെ ഒരു കണ്ടിട്ടാണ് നമ്മളൊന്നൊരു ആക്ഷൻ കാണിക്കുമ്പോൾ ഫുള്ളായിട്ട് പിടിച്ചിട്ടാവും. ഒരു അരിവാണ്ട് തൊടാൻ പറ്റില്ല. പുരുഷന്മാരാണ് മലവാഴി ആടുന്നതും മാണി കെട്ടുന്നതും അങ്ങനെയൊക്കെ. എന്നിരുന്നാലും ആ ഒരു മൊത്തം പ്രോസസ്സ് നോക്കുമ്പോൾ സ്ത്രീകളും ഈക്വൽ പാർട്ടായിട്ടാണ് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇവിടെ ഈ ക്ഷേത്രങ്ങളൊക്കെ വളർന്നു വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ കൂടുതലുണ്ടായിരുന്ന വിശ്വാസം കാവുകളെ കേന്ദ്രീകരിച്ചാണ്. അപ്പം അതിലും ആരാധിക്കപ്പെടുന്നത് ഈ സ്ത്രീ എന്നുള്ളതാണ്. കാരണം സ്ത്രീ ഇപ്പം നമ്മളിപ്പോൾ ഈ ജെൻഡർ തിയറികളൊക്കെ പറയുമ്പോൾ സ്ത്രീയുടെ അങ്ങനെ ഒരു ഡിവിനിറ്റി അവർക്ക് കൊടുക്കുന്ന അവരുടെ ഫെർട്ടിലിറ്റി, അവർക്ക് ആ ഒരു റീപ്രൊഡക്ഷൻ എന്നുള്ള സ്ത്രീയുടെ ആ ഒരു കപ്പാസിറ്റി കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ പലപ്പോഴും ആ രീതിയിൽ ആരാധിക്കപ്പെടുന്നതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പം ഇവിടെയും ഒരു ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തൃപ്രയാർ അങ്ങനെ അവർക്കൊരു ഡ്രീം ഉണ്ടായി. അപ്പം അവർ തൃപ്രയാർ പോയി അവരുടെ ലസ്റ്റ് തീർത്തു വന്നു എന്നുള്ള ഒരു റെഫറൻസ് അതിൽ പറയുന്നുണ്ട്. അപ്പം ആ സ്ത്രീയുടെ ഒരു റീപ്രൊഡക്റ്റീവ് പവർ ആണ് എപ്പോഴും സ്ത്രീയെ ആരാധിക്കുന്നതിനുള്ള, എന്നാൽ പിന്നീട് നമുക്ക് സ്ത്രീയെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ടൂളായിട്ടും അത് തന്നെയാണ് മാറുന്നത് പലപ്പോഴും. വലുതായി കഴിഞ്ഞപ്പോഴാണ് ആ മലവാഴി എന്നുള്ളൊരു ക്യാരക്ടറിലേക്കും അങ്ങനെ ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ ആളിരിക്കുന്ന ഒരു സ്പേസ് ഇപ്പോൾ വീടിൻ്റെ നടുമുറ്റത്ത് ആണ്, മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലേഡി. പണിയൊക്കെ കഴിഞ്ഞ് കള്ളു കുടിക്കാൻ പോകുന്നു. അപ്പോൾ ഈ മലവാഴീനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഒരു ലേഡി അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ എത്രത്തോളം ആസ് എ വുമൺ എത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു ഈഗോ ഇല്ല, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള, അവകാശങ്ങളെ പറ്റിയിട്ട് ബോധമുള്ള, ഭയങ്കര ലിബറലായിട്ടുള്ള, ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ലേഡി എന്നുള്ള അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാണുമ്പോൾ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതമാർഗം. നമ്മൾ മലവാരത്തമ്മയുടെ കാര്യങ്ങളിലേക്ക് ഒരു കൂലി നോയിട്ടല്ല നമ്മൾ പോകുന്നത്. അത് അതിനുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഈ ആട്ടത്തിന് പോകുമ്പോൾ എൻ്റെ ഒപ്പം ഞാൻ പരമാവധി അറിയിക്കാണ്ട് പോകുന്ന ഒരു ആവശ്യം വന്നു തുടങ്ങി. കാരണം നമ്മുടെ ഒപ്പം നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പണി ചുറ്റിട്ട് നിൽക്കുന്ന ആൾക്കാരനെ. നമ്മുടെ ഒരു കോലയിലുള്ള പാപ്പനൊക്കെ നമ്മൾ ഒരു വണ്ടി കാശ് കൊടുക്കുമ്പോൾ ആളെന്നെ ഇങ്ങോട്ട് പറയും, ആളൊക്കെ നമ്മുടെ അച്ഛൻ്റെ ഒപ്പം നിന്ന ആൾക്കാരാ. ഞാൻ കാശിനെ മോഹിച്ച് നിൽക്കണതല്ല എൻ്റെ ഒപ്പം. എന്നിട്ട് ഇപ്പോൾ ആൾ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഞാൻ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് ആഗ്രഹിച്ചിട്ടല്ല ഞാനിതിലേക്ക് വരുന്നത്. കാരണം മലബാരത്തെ അമ്മോടുള്ള ആ ഒരു ഇഷ്ടം, അത് ഞങ്ങൾ പോയാലും നമുക്ക് പറഞ്ഞ റേറ്റിലൂടെ നിലനിൽപ്പ് കിട്ടുക. ചില സ്ഥലം ഭയങ്കര നഷ്ടത്തിലാണ്. നമ്മൾ ആ വീട്ടിലത്തെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ചെയ്യാറ്. ചിലപ്പോൾ ഒരു വീട്ടിൽ അവർക്ക് നാട്ടിൽ നടത്തുന്നുണ്ടാവും, പക്ഷേ ഫണ്ട് കുറവാണെങ്കിൽ പറയുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയും. അതിൽ നമ്മൾ കൂലി നോക്കാറില്ല. അങ്ങനെ തന്നെ എന്താണ് തരണേ, അവർ സന്തോഷമായിട്ട് തരണേ വെച്ചെങ്കിൽ അത് വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഞാനത് എത്രയാണെന്നൊക്കെ നോക്കുള്ളൂ. അതിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണതല്ല, എന്തെങ്കിലും അന്ന് എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ നോക്കണ്ടെന്ന് മാത്രം. ഏറ്റവും കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതായത് മാരുതി സുസുക്കി നെക്സ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സെയിൽസിൽ ടീം ലീഡറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രയും പ്രഷറുള്ള ഒരു മേഖലയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾക്ക് എത്തിപ്പെടേണ്ടത്. എന്നിട്ടും നമ്മൾ
നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടവും ഒരു ഇതും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു, പരമാവധി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കും. നമ്മളങ്ങനെ പരിപാടിയിൽ നമ്മുടെ മാനസിക വിഷമങ്ങളെല്ലാം അതിൽ തീരും. നമ്മൾ അത്ര എൻജോയ്മെൻ്റ് ആണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഈ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ അതൊരു സുഖമാണ്. ആ ഒരു ബുദ്ധിമുട്ടിലും ഒരു നല്ലൊരു മൊമെൻറ്റുകളുണ്ട് നമുക്ക്. നല്ല നല്ല അനുഭവങ്ങളുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങൾ കൂട്ട്. നമ്മൾ പോകുന്നു വരുന്നു ഇരിക്കുന്ന ഒരു ഫാമിലി പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു 10-20 പേര് ടീം. ആ സമയമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അതാവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. തേരിറങ്ങുന്നതു പോലെ കരിമാല മേലെ വാരൊളി ചന്ദ്രൻ, തേരിറങ്ങുന്നതു പോലെ മനതാരിലെന്നും മറയാതെ നിറയാൻ മലയിൽ നിന്നമ്മ ഇറങ്ങ്. മനതാരിലെന്നും മറയാതെ നിറയാൻ മലയിൽ നിന്നമ്മ ഇറങ്ങ്. ഇങ്ങനെയാണ്.